Action! Cut! Action! Cut! Action! Cut! Cut! എന്താണ് രാഘവേട്ടത്? ഇത് എത്ര നാളായിട്ട് ഇത് പഠിക്കുന്നത്? ഇതുവരെ ഇത് പഠിച്ചിട്ടില്ല. നാളെ വരുമ്പോൾ ഒരു 50 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിയിട്ട് വരണം കേട്ടോ. അതിരിക്കും. അപ്പോൾ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. നിങ്ങളൊക്കെ നാളെ ഇന്ത്യൻ സിനിമയുടെ ഭാവി വാഗ്ദാനങ്ങളാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു ഐക്യം വേണം, ഒരു ഒരുമ വേണം. കാരണം ഞാനൊക്കെ സിനിമ ചെയ്ത കാലത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ മലയാളത്തിൽ ചെയ്ത്, തമിഴിൽ ചെയ്ത്, ഹിന്ദിയിൽ ചെയ്ത്. മലയാളത്തിൽ ചെയ്ത് അത് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാനത് അന്നൊക്കെ അനുഭവിച്ചതുണ്ടല്ലോ ഒരുപാട് പീഡനങ്ങൾ. കാരണം കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, എഡിറ്റിങ്, മിക്സിങ്, ഗ്രാഫിക്സ് ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യണത് അന്ന്. കാരണം അന്ന് വേറെ പ്രതിഭകളില്ല. അതാണ് ഈ തമിഴ് സിനിമ എങ്ങനെയെങ്കിലും ഒന്ന് കരകയറ്റാന്ന് പറഞ്ഞ് ഞാനൊരു തമിഴ് സിനിമ ചെയ്യാൻ തമിഴ്നാട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ അനുഭവിച്ചതുണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കില്ല. രജനീകാന്ത്, കമൽഹാസൻ, പ്രഭു, വിജയകാന്ത് എല്ലാവരും കൂടെ അങ്ങോട്ട് സംഘം ചേർന്ന് കാല് മടക്കി എന്നെ ഒറ്റ തൊഴി. ഞാൻ നേരെ ചെന്ന് വീണത് ബോളിവുഡിലും. അവിടെയുള്ളവന്മാർ എന്നെ വെറുതെ കിട്ടില്ല. അമിതാഭ് ബച്ചൻ, അമീർ ഖാൻ, സൽമാൻ ഖാൻ, രാജേഷ് ഖന്ന ഇവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എന്നെ ഒറ്റപ്പെടുത്തി. ഞാൻ ആരായി? ഞാൻ ഒറ്റയായി. എൻ്റെ എന്തെല്ലാം സ്വപ്നങ്ങളാണ് തകർത്തെന്ന് അറിയാമോ ഇവരെല്ലാം കൂടെ. അതിലെ മെയിൻ ആള് അമീർ ഖാൻ. അയ്യോ, നമ്മൾ വിചാരിക്കണ പോലെയല്ല. എന്താണെന്നറിയില്ല എന്നോട് ഇത്ര ശത്രുത. ഒരുപാട് ഉദ്ദേശിച്ചു. പിന്നെ മലയാളത്തിൽ വന്നു. പിന്നെ ഇപ്പോൾ വന്നപ്പോൾ നമ്മുടെ സമയം കഴിഞ്ഞില്ലേ. ഇനിയിപ്പം നിങ്ങൾ പുതിയ പിള്ളേരാണ് വേണ്ടത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? തമിഴ്നാട്ടിൽ അവരവിടെ ഒരു ലോബി ഉണ്ടാക്കി. ഹിന്ദിക്കാര് അവരെല്ലാം കൂടെ അവിടെ ഒരു ലോബി ഉണ്ടാക്കി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെല്ലാം കൂടെ അങ്ങോട്ട് നിന്നിട്ടൊരു ലോബി ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ സിനിമ എടുക്കും. നിങ്ങളില്ലേ എഴുത്തുകാരൻ, നടൻ, സംവിധായകൻ, എഡിറ്റർ, പാട്ട് എഴുതി എല്ലാവരും ഇല്ലേ നമ്മളെ. അപ്പൊ നമ്മളെല്ലാം കൂടെ ലോബി ഉണ്ടാക്കിയിട്ട് നമ്മൾ സിനിമ അങ്ങോട്ട് ചെയ്യും. എന്നിട്ട് ഒറ്റ അടുത്തന്നെ നമ്മുടെ ലോബി കേട്ടത് ഇവിടുന്ന് ഒരുത്തനും വെളിയിൽ പോകും. നമ്മളെ സിനിമ മാത്രം മതി. അങ്ങനെ നമ്മളെ ഈ ലോബി സിനിമ ഉണ്ടാക്കിയിട്ട് മലയാള സിനിമ അങ്ങ് അത്യുന്നതങ്ങളിൽ എത്തിക്കും. അല്ലേ? അതാണ് വേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? എന്തൊക്കെ ഡയലോഗാണ് എഴുതി വെച്ചിരിക്കുന്നത്. അയാൾക്ക് പ്രാന്താണ്. ഇതൊക്കെ മനുഷ്യന്മാർ സംസാരിക്കും ഇങ്ങനെ. റൈറ്ററാണ് സാറേ. ഇതൊന്നും വേണ്ട. ഇതൊക്കെ എടുക്കാനുള്ളതാണോ? എത്ര സീനുണ്ട്? 32. ഒരു ദിവസം 24 മണിക്കൂറേ ഉള്ളൂ. സാറേ, പക്ഷെ അത് മസ്റ്റായിട്ട് തീർക്കണം. തീർക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. തീരും. എന്താ സാറേ പ്രൊഡ്യൂസർ? എന്നാ പിന്നെ അയാളോട് ഒന്ന് എടുക്കാൻ പറ. എടുക്കാം. ആ ഫോൺ കൂടെ എടുക്കാം ആദ്യം. നേരത്തെ പറഞ്ഞല്ലേ സാർ? അതന്നെ. ഓക്കെ. ഉണ്ടോ? ആ ഫോൺ കട്ട് എടുക്കാം ആദ്യം. ഒരു മിനിറ്റ് സാർ. അതായത് മണ്ടു ചെയർലി സാറ് പറഞ്ഞില്ലേ, പിന്നെ അതിനെ റിപ്പീറ്റ് ചെയ്യണ എന്തിനാ? റെഡിയാണോ? റെഡി. സാർ ഈ സ്ട്രെയിറ്റ് നടക്കണേന് വരെ എന്റെ ഈ സൈഡ് കമ്മിറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമോ? സാർ ഈ സൈഡാണ് എനിക്ക് നുണക്കുഴി. അപ്പൊ എന്റെ ഏറ്റവും നല്ല ആംഗിൾ വേണ്ടേ കാണിക്കാൻ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇപ്പൊ എടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ക്യാമറ ക്രൈനിൽ വെക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് മാത്രം എടുക്കാം. അപ്പൊ നമുക്ക് ഈ എന്താ നുണക്കുഴി എപ്പിസോഡ് കണ്ടിട്ട് കുറെ പേര് പറഞ്ഞു സാർ. ഓ ശരി. അല്ലെങ്കിൽ എന്റെ ഇമേജിനെ ബാധിക്കും. ഡയലോഗ് എനിക്കറിയാം, എനിക്ക് വായിക്കാൻ അറിയാലോ. വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് വായിച്ചു കൊടുത്താൽ മതി. ദിനേഷ് റെഡി? റോൾ ക്യാമറ
ആക്ഷൻ. മിസ്റ്റർ നിരഞ്ജൻ, നിങ്ങൾക്ക് എപ്പോഴും ഞാൻ ചില്ലിക്കാശിന് ഒന്നുകൂടെ. ക്യാമറ റോൾ. ആക്ഷൻ. മിസ്റ്റർ നിരഞ്ജൻ, നിങ്ങൾക്ക് എപ്പോഴും എന്തിനാ പറയണേ? സർ അഹങ്കാരത്തോടുകൂടിയല്ലേ പറയണ്ടേ? ആ അഹങ്കാരം നമുക്ക് മനസ്സിലായി, പക്ഷെ ഇത്രയും അഹങ്കാരം വേണ്ട. അല്ല സർ, എന്റെ ക്യാരക്ടറാണല്ലോ ഇത്രയും ജയിച്ചേക്കണേ. വേണ്ട. ഓക്കെ സർ. റോൾ. ആക്ഷൻ. മിസ്റ്റർ നിരഞ്ജൻ, ഒരു ചില്ലിക്കാശിന് വിലയില്ലാത്ത പെണ്ണായിട്ടാണ് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഞാനെന്ന് എനിക്കറിയാം. കട്ട് മണ്ടു, കട്ട്. നോർമലായിട്ട് പറഞ്ഞാൽ മതി. എന്തെങ്ങനെയൊക്കെ പറയണേ? സർ നോർമൽ ആയിട്ടല്ലല്ലോ, എന്റെ ക്യാരക്ടറിന് ഇപ്പം അഹങ്കാരം, ഞാൻ ജയിച്ചു നിൽക്കല്ലേ. നിങ്ങൾ സെറ്റിലായിട്ട് ചെയ്യൂ. എന്തിനാണ് ഓവറായിട്ട് കാണിക്കണത്? ഓവറായിട്ടാണ് ഞാൻ കാണിച്ചേ. അതിനല്ലേ കുറക്കി. റെഡി. ആവശ്യം ഒരു മിനിറ്റ് സർ, ഭയങ്കര സ്വെറ്റ്. ഓക്കെയാണോ? സാറേ 32 സീൻ. റെഡി. റോൾ ക്യാമറ. ആക്ഷൻ. മിസ്റ്റർ നിരഞ്ജൻ, ശ്വാസം വലിച്ചു വിടരുത് നല്ലോണം. നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ചില്ലിക്കാശിന് വിലയുള്ള നിസ്സാരക്കാരിയായ പെണ്ണായിരിക്കും ഞാൻ. ഇത്രയും വേണ്ട, കുറച്ച് ചെയ്യൂ. സാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? നോർമലായിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ ഇതുവരെയൊക്കെ ചെയ്തതിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. അതെ, അതാണ് ഞാൻ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അല്ല അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. ഓക്കെ സാർ, ഒന്നുകൂടെ. റെഡി. സാർ ഉദ്ദേശിച്ചത് എന്താന്ന് സാറ് പറഞ്ഞല്ലോ, പിന്നെ അത് തന്നെ പറയണ എന്തിനാ? സാർ പ്ലീസ് എന്നെ ഡിസ്റ്റർബ്ഡ് ആക്കരുത്. ഓക്കെ സാർ. റോൾ ക്യാമറ. ആക്ഷൻ. മിസ്റ്റർ നിരഞ്ജൻ, എന്തിനെങ്ങനെ പറയണത്? സാർ ആ സ്ക്രിപ്റ്റിൽ ആ ക്യാരക്ടറിന്റെ വികാരം അങ്ങനെയല്ലേ? അങ്ങനെയല്ല, ഇനി നോർമലായിട്ട് പറഞ്ഞാൽ മതി. ഇച്ചിരി കുറക്കി. റെഡി. ടച്ച് അപ്പ്. മറിമായം